ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവജന വിഭാഗത്തെ സജീവമാക്കി UDF. പ്രതിപക്ഷ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ കൂട്ടായ്മയായ UDYFന്റെ സംസ്ഥാന ചെയർമാനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞെടുത്തു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് കൺവീനർ. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി താഴെത്തട്ടു മുതൽ സജ്ജമാക്കുകയാണ് UDF. മുന്നണിയിലെ യുവജന സംഘടനകൾ സജീവമല്ല എന്ന ആക്ഷേപം ഏറെ നാളായി UDF നേരിടുന്നു. യുവജന വിഭാഗം കാര്യക്ഷമമാകാതെ മുന്നണിയുടെ പ്രവർത്തനം പൂർണ്ണതോതിലാകില്ല എന്ന തിരിച്ചറിവിലാണ് യൂത്ത് കോൺഗ്രസിനൊപ്പം മുഴുവൻ ഘടകകക്ഷികളുടെയും യുവജന പാർട്ടികളെ ഏകോപിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. ആദ്യപടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിയിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കൂട്ടായ്മ വിളിച്ചു ചേർത്തു. UDFന്റെ യുവജന വിഭാഗം എന്ന നിലയിൽ UDYFന്റെ നേതൃത്വത്തെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ചെയർമാനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൺവീനറായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയും പ്രഖ്യാപിച്ചു. ഏറ്റവും വലിയ യുവജന പ്രശ്നങ്ങൾ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് അതിശക്തമായ ഒരു സമര പരിപാടി ഫെബ്രുവരി ആദ്യവാരം തന്നെ ഗ്രേറ്റ് മാർച്ച് എന്ന പേരിൽ വലിയ യുവജന പങ്കാളിത്തത്തോടു കൂടിയ ഒരു സമര പരിപാടി ഏറ്റവും വലിയ അധോലോക ഇടനാഴിയായ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. UDFന്റെ യുവജന വിഭാഗങ്ങളെ മൊത്തത്തിൽ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. ഗ്രേറ്റ് മാർച്ച് എന്ന നിലക്ക് ഫെബ്രുവരി ആദ്യവാരം 1,00,000 യുവാക്കളെ അണിനിരത്തിയിട്ടുള്ള സമരത്തിനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ജില്ലകളിൽ, സംസ്ഥാന തലത്തിൽ മാത്രമായിരുന്നു നേരത്തെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നത്. UDYFന്റെ ഒരു കോർഡിനേഷൻ ജില്ലകളിലേക്കും അതിനുശേഷം കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് പ്രധാനമായും ഈ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. ജനുവരി 10-ന് UDYFന്റെ വിപുലമായ യോഗം ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധ പരിപാടികൾ UDYF ലക്ഷ്യമിടുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.